حسين بن علي رضي الله عنه سيد أهل الشبابة സ്വർഗത്തിന്റെ യുവാക്കളുടെ എല്ലാം സ്വർഗീയ യുവാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് നടന്നത് ഈ മുഹറം മാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസത്തിലാണ് അവിടുത്തെ ഷഹാദത്ത് നടന്നത്. ശഅബാൻ ഹിജ്റയുടെ 4-ാം വർഷം ശഅബാനിന്റെ 5 അന്നാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് തിരിച്ചു വീഴുന്നത്. ജനിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് തഹ്രീക്ക് കൊടുക്കുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ ഈത്തപ്പഴം ചവച്ചിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ ചുണ്ടിലേക്ക് അതരങ്ങളിലേക്ക് വച്ചു കൊടുക്കുന്നത് സുന്നത്താണ്, തഹ്രീക്ക് സുന്നത്താണ്. പ്രസവിച്ച ഉടനെ കുട്ടിക്ക് തഹ്രീക്ക് കൊടുക്കൽ. നല്ല ആലിമീങ്ങള് അല്ലെങ്കിൽ മുതിർന്ന അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള മുത്തഖീങ്ങളും സ്വലിഹായ മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ നാവിൽ നിന്നും ഒരു മധുരം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട ഉമ്മനീര് കലക്കപ്പെട്ട തഹ്രീക്ക് അത് വായിലേക്ക് വെക്കുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് 7-ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ അവിടത്തേക്ക് അഖീഖ അറുക്കുന്നു. തങ്ങൾക്ക് ഹുസൈൻ എന്ന പേര് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. അത്രയും സ്നേഹമുള്ള, അത്രയും ലാളിത്യത്തോടുകൂടി ഒരുപാട് പ്രതീക്ഷയോട് അല്ലാഹു വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. വല്ലാത്ത സ്നേഹമാണ്. ഹസനും ഹുസൈനും 2 പേരക്കുട്ടികളാണ്. വലതും ഇടതും നിബിതങ്ങളുടെ എപ്പോഴും കൂടെ ഉണ്ടാകും. എവിടെ പോയാലും കൂടെ ഉണ്ടാവും. സുജൂദിൽ കിടക്കുമ്പോൾ തോളിൽ കയറിയിരിക്കും. അങ്ങനെ കളിയും ചിരിയുമായിരുന്ന സമയത്ത് ഒരു അല്ലാഹുവിന്റെ റസൂൽ ഇറാഖിന്റെ മണ്ണിലേക്ക് പോയി കർബലയുടെ മണ്ണിലിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ, ഈ ഭൂമിയെ ഓർക്കണം. എന്നിട്ട് ആ മലക്ക് ഭൂമിയിൽ കൈയങ്ങടിക്കുകയാണ്. അടിച്ചിട്ടൊരു പിടി മണ്ണ് വാരുമ്പോൾ ആ മണ്ണ് രക്തത്തിന്റെ കളറാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ മണ്ണ് കിടക്കുന്ന ഈ കർബലയുടെ മണ്ണിന് നാളെ ഒരു കഥ പറയും നബിയെ, നാളെ ഒരു കഥ പറയാനുണ്ട് നബിയെ. എന്താണ് ആ കഥ? ഇവിടെ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടാവ് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ ശിരസ്സ് അറുത്തു വീഴപ്പെടുന്ന സ്ഥലമാണ് ഈ പുണ്യമായ ഈ കർബലയുടെ മണ്ണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഈ മണ്ണ് അങ്ങയുടെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ തങ്ങളുടെ കഴുത്തറുത്തുകൊണ്ട് അവിടുന്ന് ഷഹീദായി വീഴുന്ന മണ്ണാണ് ഈ മണ്ണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ മണ്ണ് വാരി അവിടുന്ന് സൂക്ഷിച്ചു വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വലിയ സംഭവം. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം നേരത്തെ തീരുമാനമായ സംഭവമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ വഫാത്ത്. അപ്പോ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് കർബലയിൽ ഇരുന്ന സമയത്ത് മലക്ക് വന്ന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ്. അവിടത്തേക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഈ സംഭവം അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുകൾ എത്തിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ചരിത്രം വിശാലമാണ്. ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ ഒരു ചുരുക്കം, ആകെ ഒരു ടോട്ടൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഈ ലോകത്തിനെ ഖിലാഫത്ത് നടത്തിയത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, 2-ാമത് ഉമറുൽ ഫാറൂഖ്, 3-ാമത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമയാണ്. ഈ 3 പേരുടെ കാലഘട്ടം കഴിഞ്ഞു. 4-ാമത്തെ ഖിലാഫത്ത് നടക്കുന്ന സമയത്താണ് 2 രീതിയിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പായിട്ട് ഒന്നും, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഗ്രൂപ്പായിട്ട് മറ്റൊന്നും തിരിഞ്ഞു പോയി അഭിപ്രായം വരുന്നു. അവിടെ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് സ്വഹാബികൾ അവിടെ പറഞ്ഞു, ഇനി മുആവിയാണ് ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ട ആള്, അല്ല ഇനി അലിയാണ് ഏറ്റെടുക്കേണ്ട അർഹനാണെന്ന ആള്. അങ്ങനെ ചർച്ചയും പ്രതിവാദങ്ങളും യുദ്ധങ്ങളും സമരങ്ങളുമായി ആ ഖിലാഫത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
ആ ഖിലാഫത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. അവസാനം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്ന ഒരു കൂട്ടം മനുഷ്യർ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണ്, അവിടത്തേക്ക് ഷഹാദത്താവുകയാണ്. അപ്പോൾ വീണ്ടും ശത്രുത വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സ്വന്തം സമുദായം തന്നെ അങ്ങയുടെ പേരക്കുട്ടിയെ കൊല്ലുമെന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് മലക്കുകൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അന്നേ സമുദായത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നം തുടങ്ങുകയാണ്, അന്ന് മുതൽ ഉൾപ്പെടുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹുവിനെ കൊന്നത് മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യർ, മുസ്ലിമീങ്ങളായ മനുഷ്യരാകുന്നു ആ അലി റളിയല്ലാഹുവിനെ കൊന്നു കളയുന്നത്. അവസാനം അലി റളിയല്ലാഹു വഫാത്താകുന്നു. ഇനി അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തോടുകൂടി ലോക ചരിത്രത്തിന് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ഭരണം കാഴ്ചവെച്ച ഖിലാഫത്ത് ഭരണം അവസാനിക്കുകയാണ്. 30 വർഷമാണ് ഖിലാഫത്ത് ഭരണം നടന്നത്. അലി റളിയല്ലാഹുവിന്റെ വഫാത്തോടുകൂടി ഖിലാഫത്ത് ഭരണം അവസാനിക്കുന്നു. അവസാനം അടുത്ത ഖിലാഫത്ത് ഭരണം ശേഷം മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്, തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കാണ് അലിയാരിതങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറെ ആൾക്കാർ ബൈഅത്ത് ചെയ്യുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുന്നു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത് കുറച്ച് വിഭാഗം അവിടെ നിന്ന് മാറി നിന്ന് വേറൊരു ഭരണം നടത്തുന്നു. അവസാനം 30 ദിവസത്തോളം മരണം നടത്തുന്നു. ആ ഭരണത്തോടുകൂടി അക്രമങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുകയാണ്. അവർ ആ 30 ദിവസങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു 6 മാസക്കാലം ഹുസൈൻ തങ്ങൾ നല്ലതുപോലെ ഖിലാഫത്ത് നടത്തി. അതിനുശേഷം പിന്നെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശത്രുക്കൾ ഇരച്ചുകയറിക്കൊണ്ട് ബഹളവും ശത്രുതയുമായി അടിബഹളത്തോടുകൂടി ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നാട് വിടാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് കൂഫയിലേക്ക് മാറാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ 6 മാസത്തോടുകൂടി ഈ ഖിലാഫത്ത് ഭരണം ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു 6 മാസത്തിന്റെ കൂടി ചേർക്കപ്പെട്ടു വായിക്കുന്നു. അതോടുകൂടി ഖിലാഫത്ത് അവസാനിച്ചു. പിന്നെ അങ്ങോട്ട് നടക്കുന്ന ഭരണങ്ങളെല്ലാം ഗവർണർ സിസ്റ്റമായിട്ട് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഗവൺമെന്റ് സിസ്റ്റം എന്ന നിലയിലാണ് പിന്നുള്ള ഭരണങ്ങൾ നടന്നുപോയത്. അവസാനം ആ ഭരണങ്ങളും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്നവരും അനുയായികളും അവര് തയ്യാറാകുന്നില്ല. ഒരു ഭാഗം അങ്ങനെയാണ്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ ഇതിനോട് താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷെ അനുയായികൾ തടസ്സം നിന്നുകൊണ്ട് കുറെ ആൾക്കാരുണ്ട് അവിടെ, സ്പിരിറ്റ് കൂടിയ ആൾക്കാർ, 110 എന്ന് പറഞ്ഞ രീതിയിൽ സ്പിരിറ്റ് കൂടിയ ഒരുപാട് ആൾക്കാർ, ഇവരാണ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ കുടുംബത്തിന്റെയൊക്കെ പിൻബലത്തോടുകൂടി നിൽക്കേണ്ടി വന്ന ആളാണ് ബഹുമാനപ്പെട്ട മുആവിയ തങ്ങൾ. അവസാനം അവിടുന്ന് ബൈഅത്ത് നടത്താൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂട്ടരും ഈ മുആവിയ തങ്ങളെ ബൈഅത്ത് നടത്താൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇവരുടെ ശത്രുത വന്നു, ഇവരുടെ അക്രമങ്ങൾ വന്നു, കുടുംബത്തിന് നേരെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി. അങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരുടെയും ഉപദ്രവങ്ങളും മറ്റും സഹിക്കവയ്യാതെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു 2-3 സ്ഥലങ്ങൾ ഏകപ്പെടുത്തി കൊടുത്തു. കൂഫയും തുടങ്ങുന്ന പ്രദേശങ്ങൾ നിനക്ക് ഭരണം നടത്താമെന്നും മുആവിയ തങ്ങൾ അവിടത്തേക്ക് കൊടുത്തു. അതും തൃപ്തപ്പെട്ടെങ്കിലും കൂടെ ഉള്ളവർ തൃപ്തപ്പെടൂല. എങ്ങനെയാണല്ലോ, അണികൾക്കാണ് എപ്പോഴും പ്രശ്നം, നേതാക്കന്മാർക്ക് പ്രശ്നങ്ങളില്ല, കൂടെയുള്ള അണികൾക്കാണ് ഭയങ്കര പ്രശ്നം. ആ പ്രശ്നത്തിൽ അവസാനം ഈ സമയത്തായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ സ്വന്തം വാപ്പയിലെ അലിയാരിതങ്ങൾ, ആ അലിയാരിതങ്ങളെ കൊന്നത് ഇവരുടെ കൂട്ടുകാരല്ലേ. അങ്ങനെ ആ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിഷം കൊടുക്കുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു പിൻതലമുറക്കാരനും പിന്മുറക്കാരുമായ യസീദ്, കൊടിയനും ക്രൂരനും ധിക്കാരിയുമായ യസീദിന്റെ കരങ്ങളിലേക്കാണ് അടുത്തൊരു ഭരണം പോകുന്നത്. അവിടെ മുതലാണ് പ്രശ്നങ്ങളെല്ലാം തുടക്കം സംഭവിക്കുന്നത്. യസീദ് ഭയങ്കര ധിക്കാരിയാണ്, അക്രമിയാണ്. ഒരു കരുണവെന്ന് പറയുന്നത് തുലാസിൽ തൂക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ എത്രയോ ക്രൂരനായ യസീദ്.
ആ യസീദിന്റെ അടുക്കിലേക്ക് ഭരണം പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വല്ലാത്ത വിഷമമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്തുപോലും നോക്കാതെ തിരഞ്ഞു പിടിച്ച് ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി യസീദ് ഓടിടുകയാണ്. അങ്ങനെ യസീദിന്റെ ഭരണം അതിക്രൂരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾക്ക് വല്ലാത്ത വിഷമവും ഒന്നുമില്ലെങ്കിലും പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു. വല്ലാത്ത ശത്രുതയും ഉപദ്രവവും ഇല്ലായിരുന്നു. പക്ഷേ മുആവിയ തങ്ങൾ വഫാത്തായപ്പോൾ യസീദിന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ ശത്രുത തുടങ്ങി, അക്രമം തുടങ്ങി. അവസാനം മക്കയിൽ നിൽക്കാൻ പറ്റാതെ വന്നു, മദീനയിൽ നിൽക്കാൻ പറ്റാതെ വന്നു. മദീനയിൽ യസീദിനെ ബൈഅത്ത് ചെയ്യാത്ത ഒരു മനുഷ്യരും മദീനയിൽ വേണ്ടെന്ന തീരുമാനത്തിലാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ആ സമയത്തുണ്ടാവുന്ന യസീദിന്റെ അനുയായികൾ. അങ്ങനെ വന്നപ്പോൾ മദീന വിട്ടു പോകേണ്ട സാഹചര്യം നിർബന്ധമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ഇലാ ഹദറത്തി റസൂലില്ലാഹ് ഹുസൈൻ തങ്ങൾ നേരെ അല്ലാഹുവിന്റെ റൗള ശരീഫിലേക്ക് കടന്നു ചെന്ന് പുന്നാരപ്പെട്ട ഉപ്പാപ്പാനെ സിയാറത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ നാട് വിടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഒരു യാത്ര ഉദ്ദേശിക്കുന്ന സമയത്ത് നല്ല മഹാന്മാരുടെ മഖാമുകൾക്കും മസാറുകൾക്കും സിയാറത്തിൽ സുന്നത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ആ മാതൃക തന്നെയാണ് ഹുസൈൻ തങ്ങൾ മദീന വിട്ടു പോവുകയാണ്. നബി തങ്ങളെ ഹദറത്തിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു. നിൽക്കാൻ പറ്റുന്നില്ല, ഒരു നിവൃത്തിയുമില്ല. മദീന വിടുകയാണ്. അവിടെ നിന്ന് വിട്ട് നേരെ മക്കയിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ മദീന ഉപേക്ഷിച്ചുകൊണ്ട് നേരെ മക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും ശത്രുക്കൾ കടന്നു വരുന്നു. അവിടെയും യസീദിന്റെ പട്ടാളം കടന്നു വരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമറും അബ്ദുല്ലാഹിബ്നു അബ്ബാസും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസും ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളും അടക്കം പ്രമുഖരായ ഈ സഹാബിമാരായിരുന്നു. യസീദിന്റെ ആ ബൈഅത്തിൽ ഒപ്പുവെക്കാത്തവർ ഇവർ ഒപ്പുവെച്ചിട്ടില്ലായിരുന്നു. ഇവര് പ്രമുഖരായി നിൽക്കുന്നവരാണ്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ശത്രുതയുടെ അങ്ങേയറ്റത്തെ മനോഭാവമായി ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ ആക്രമിക്കാൻ യസീദിന്റെ പട്ടാളവും മുന്നോട്ട് കടന്നു വരികയാണ്. അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലാണ് ഒരുപാട് കാലം നിന്നത്. ഒരുപാട് കാലം കൂഫയിൽ ഉണ്ടായിരുന്നു. ഈ യസീദിന്റെ ഉപദ്രവം കൂഫയിലേക്കും പോവുകയാണ്. ഒരു ഭരണാധികാരി എങ്ങനെ ആകാൻ പാടില്ലെന്നുള്ള യഥാർത്ഥമായ ഉദാഹരണം കാണിച്ചു തന്നു യസീദ്. കൂഫക്കാരെ ഉപദ്രവിക്കുകയാണ്, അവരെ ആക്രമിക്കുകയാണ്. അങ്ങനെ കൂഫക്കാര് നേരെ ഹുസൈൻ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് തങ്ങളെ ഞങ്ങളെ നാട്ടിലേക്ക് കടന്നു വരണം, യസീദ് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഇവിടെ നടക്കുന്നത് ഭരണമല്ല, ഇവിടെ നടക്കുന്ന തോന്നിവാസവും നേർവാഴ്ചയും കീഴ്വാഴ്ചയുമാണ്, തങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കാണാൻ അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് യസീദിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ കൂഫക്കാര് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിടുന്നു. അവിടുത്തെ സാഹചര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ കൂഫയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കൂഫയിലേക്ക് ചെന്ന് അവിടെ സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും അറിയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ശത്രുക്കൾ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരമക്കള് 2-3 പേര് കുടുംബക്കാരും മുസ്ലിം റളിയല്ലാഹുവിന്റെ കൂടെയുണ്ട്. അവരെയും വധിച്ച് കളയുകയാണ്. ദിവസങ്ങളായിട്ട് ഒന്നും അറിയാൻ കഴിയാതെ വന്നു. ഇന്നത്തെ പോലെ വാട്സപ്പില്ലല്ലോ അറിയിക്കാൻ, വിവരങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളും 72 പേരടക്കമുള്ള ഹുസൈൻ തങ്ങളും ഭാര്യയും മക്കളും ചേർന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമൊക്കെ ചേർന്ന് 72 സംഘങ്ങൾ 72 സംഘങ്ങൾ കൂഫയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. ഇറാഖിലെ കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം തങ്ങളും അവിടുന്ന് അയച്ച പ്രതിനിധിയായ മുസ്ലിം റളിയല്ലാഹു അൻഹു വഫാത്തായ വിവരം അറിഞ്ഞിട്ടില്ല. അവർ കൊന്നുകളഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ല. ഇതറിയാതെ കാത്തിരുന്നിട്ട് വിവരം ലഭിക്കാത്തത് കൊണ്ട് കാരണം എന്തെന്നറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഇവരെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇറാഖിലേക്ക് എത്തുന്നതിന് മുമ്പ്, ആ ഇറാഖിന്റെ പ്രവിശ്യയിലേക്ക് കടക്കുന്നതിന് 20 മൈൽ മുമ്പ് ഇപ്പുറത്ത് കർബലയുടെ മണ്ണ്, ഈ കർബലയുടെ മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ്
ബഹുമാനപ്പെട്ട യൂഫ്രട്ടീസ് നദിയുടെ ചാരത്തെത്തുകയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളും അവിടുത്തെ കുടുംബവും എത്തുന്നു. ഈ വിവരം യസീദ് അറിയുകയാണ്. മുഹമ്മദിന്റെ കുടുംബം വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. മുഹമ്മദിന്റെ കുടുംബം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയുമോ? ഒരു മുഹറം മാസത്തിന്റെ മുഹറം 1 ബഹുമാനപ്പെട്ടവരും അവിടുത്തെ കുടുംബവും അതേ ഇറാഖിന്റെ കർബലയുടെ മണ്ണിലേക്ക് അവർ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ അദഞ്ചലമായ തീരുമാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന് മുത്തുനിബിതങ്ങൾക്ക് ഈ വിവരം അറിയിച്ചു കൊടുത്തതാണ്. 72 പേര് അടങ്ങുന്ന നബി കുടുംബവും അടങ്ങുന്നവർ കൂഫയിലേക്ക് എത്തുകയാണ്. ഈ കൂഫയുടെ മണ്ണിലെ ബൗണ്ടറിൽ എത്തുന്നതിന് മുമ്പ് 25 മൈൽ ദൂരത്തിനിപ്പുറമാണ് കർബലയുള്ളത്. ആ കർബലയുടെ ഭൂമിയുടെ അടുക്കലാണ് യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത്. ആ നദിയിൽ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇതറിഞ്ഞു വന്ന യസീദിന്റെ പട്ടാളത്തെ നേതൃത്വം കൊടുക്കുന്ന ഇബ്നു സിയാദും എല്ലാം പ്ലാനിങ് ചെയ്തുകൊണ്ട് 4000 വരുന്ന അനുയായികളുമായിട്ട് അവർ ഇങ്ങോട്ട് കടന്നു വരികയാണ്. കർബലയുടെ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് തന്നെയാണ് സമയം. ഹുസൈനെ കൊല്ലാൻ പറ്റിയ സമയം. ഹുസൈനെ കൊന്നില്ലെങ്കിൽ ശേഷം വരുന്ന ഭരണം നമുക്ക് നിലനിർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. ഇസ്ലാമിന്റെ അവിഭാജ്യരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ കടന്നു വരുന്നു. അങ്ങനെ കർബലയുടെ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ നനഞ്ഞു പോകാതെ കേൾക്കാൻ കഴിയാത്ത കഥയാണ്. ഈ സമയത്തതാ ശത്രുക്കൾ പലരും പല ഭാഗത്തോട് വളരുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുഹറം 10 പുലർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഹുസൈൻ തങ്ങളുടെ ഭാര്യമാരും അവിടുത്തെ മക്കളും കുടുംബക്കാരെല്ലാം നല്ലതുപോലെ അത്ര തേച്ച് നല്ല രീതിയിൽ കുളിച്ചൊരുങ്ങി ശരീരം മുഴുവനും അത്ര തേച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്? എല്ലാവർക്കും തീരുമാനം എന്താണെന്നറിയാം. ഇനി അങ്ങോട്ട് നടക്കുന്ന സംഭവം എന്താണെന്നറിയാം. മദീന വിട്ട് ഈ കൂഫയിലേക്ക് യാത്ര തിരിച്ച സമയത്ത് ഷരീഫിൽ പോയി സിയാറത്ത് ചെയ്ത ഹുസൈൻ തങ്ങള് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പൊന്നാര ഹബീബ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, പൊന്നുമോനെ, നിനക്ക് വരാൻ പോകുന്നതും നിന്റെ അനുയായികൾക്ക് വരാൻ പോകുന്നതും വിശദീകരിച്ച് സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പോടുകൂടി അത്തരക്കെ തേച്ചുകൊണ്ട് അതാ കർബലയുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ 4 സൈഡും വളയം വെച്ചുകൊണ്ട് ശത്രുക്കൾ കടന്നു വന്ന് അതായത് അമ്പുകൾ എറിയുകയാണ്. അമ്പും വില്ലുകളും പല ഭാഗത്തു കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട 17 വയസ്സ് പ്രായമുള്ള അലി അക്ബർ, ആ അലി അക്ബർ എന്ന പൊന്നുമകൻ ചാടി ഇറങ്ങിയിട്ട്, ഉപ്പ അവിടെ നിൽക്ക്, യുവമാരെ വഴിമാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റത്തോടെ ഇറങ്ങി ചെന്ന് 3ഓളം വരുന്ന അക്രമികളെ കഴുത്തറുത്ത് വീഴ്ത്തുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട അലി അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നും ശത്രുവാകുന്ന മർവാൻ അമ്പിട്ടുകൊണ്ട് കഴുത്തിൽ അമ്പിട്ടുകൊണ്ട് അലി അക്ബറിനെയും വഫാത്താകുന്നു. മകൻ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. അവസാന നിമിഷം പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ 6 മാസം പ്രായമായ പൊന്നുമകൻ അവിടുത്തെ കരങ്ങളിൽ ഇരിക്കുകയാണ്. 6 മാസം മാത്രം പ്രായമുള്ള സയ്യിദുന അലി അസ്ഗർ റളിയല്ലാഹു അൻഹു ആ പൊന്നുമകൻ വെള്ളം കൊണ്ട് ദാഹിക്കുകയാണ്. തലേ ദിവസം വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂഫ്രട്ടീസ് നദിയുടെ അടുത്തെത്തിയപ്പോഴാണ് അവിടെ സ്റ്റേ ചെയ്തത്. വെള്ളം കണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് കുളിച്ചും വെള്ളം കുടിച്ചിട്ട് യാത്ര തുടരാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ യാത്ര അവസാനിപ്പിച്ചത്. ഈ കൊച്ചുമകനും അല്പം വെള്ളം, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ പേരക്കിടാവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. അവിടെ നിന്ന് കടന്നു വന്നിട്ട് യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ യസീദിനോട് ചോദിക്കുന്നു, അനുവാദം ചോദിക്കുന്നു. ഒരു തുള്ളി വെള്ളം എന്റെ ഈ 6 മാസം പ്രായമായ എന്റെ കുഞ്ഞിന് വേണം, നിങ്ങൾ അനുവാദം എനിക്ക് നൽകണമെന്ന് പറഞ്ഞ താമസം. സുബ്ഹാനല്ലാഹ്. യസീബിനെ സിയാദിന്റെ പട്ടാളത്തിൽപ്പെട്ട വലിയ ക്രൂരനായ ശത്രുവുണ്ടല്ലോ, ആ മർവാൻ എന്ന് പറയുന്ന ശത്രു 6 മാസം പ്രായമായ മകന്റെ കഴുത്തിലേക്ക് അമ്പുവില്ലും അവിടുത്തെ കരങ്ങളിൽ നിന്നും അമ്പുവില്ല് വിട്ടുകൊടുക്കുകയാണ്. വെള്ളം ചോദിച്ച സമയത്ത് തന്നെ അമ്പുവില്ല് ആ വില്ല് വന്ന് പടുത്തറച്ചു. ആ കുഞ്ഞുമകൻ 6 മാസമായ മകൻ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ കരങ്ങളിൽ നിന്നും വഫാത്താകുന്നു. സുബ്ഹാനല്ലാഹ്.
കണ്ണു നിറഞ്ഞുകൊണ്ട് കാണുകയാണ്. ആ മകനെ ഉയർത്തിപ്പിടിച്ച് അല്ലാ, ഇത് നിന്റെ തീരുമാനമാണ്, ഇത് നിന്റെ വിധി തന്നെയാണ്, ഇതുപോലുള്ള എത്ര മക്കളുണ്ടെങ്കിലും നിനക്ക് വേണ്ടി നൽകാൻ തയ്യാറാണെന്ന് ഉയർത്തിപ്പിടിച്ച് ശത്രുക്കളുടെ മുമ്പിൽ ധീരതയോടുകൂടി ഈമാൻ കാണിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ. എന്നിട്ട് അവിടുന്ന് ആ മകനെ കൊണ്ട് മറമാടുകയാണ്. നേരെ കുഴിയെ കുറിച്ച് നല്ല രീതിയിൽ കബറടക്കിയതിനു ശേഷം മുന്നോട്ട് വരികയാണ്. ധീരമായി മുന്നോട്ട് കടന്നു വരുന്ന സമയത്ത് പല ഭാഗത്തുകൂടി വളയുന്നു. സുബ്ഹാനല്ലാഹ്, കബറിൽ അമ്പ് തറയ്ക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുടുചുംബനമേറ്റ നെറ്റിത്തടത്തിലേക്ക് അമ്പ് പതിക്കുന്നു. കഴുത്തിൽ അമ്പ് തറക്കുകയാണ്, പിന്നിൽ നിന്നും അമ്പ് തറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ പലരും അവർ കൊന്നുകളയുകയാണ്. അവസാനം മരണത്തോട് മല്ലിടിച്ച സമയത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൈവച്ച് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ. മരിക്കേണ്ട സമയത്ത് മഗ്‌രിബിന്റെ സമയം അടുത്തു വരികയാണ്. ശത്രുക്കൾ സദാ അമ്പ് വിട്ട് ഒരു അമ്പിന്റെ പ്രയാസം, ഒരു പ്രശ്നം കൂടിയുണ്ട്, അവിടെ വഫാത്തായി വീഴും. ആ സമയത്ത് യസീദിനോട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഓ ശത്രുക്കളെ, ഓ യസീദേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ അസ്ർ നമസ്കാരത്തിന് തടസ്സം നിൽക്കരുത്. എനിക്ക് അസ്റൊന്ന് നമസ്കരിക്കണം. ഇതുവരെയും ഒരു നമസ്കാരം പോലും ഒഴിവാക്കാത്തവനാണ് ഈ ഹുസൈൻ. എനിക്ക് അസ്ർ നിസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്ർ നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഏതാണ് സിറ്റുവേഷൻ? 5ഉം 6ഉം അമ്പുകൾ കഴുത്തിൽ തറച്ചു. കുറുക്കിലും പിന്നിലും 60ഓളം വെട്ടുകൾ കൊണ്ടിട്ട ചോര പിടയുന്ന സമയത്താണ് നിസ്കരിക്കണമെന്ന് ആ ശത്രുക്കളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചു. നിസ്സാരം പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, തലവേദന വരുമ്പോൾ നിസ്കാരങ്ങൾ ദിവസങ്ങളോളം മാറ്റിവെക്കുന്ന മുഅ്മിനെ ചിന്തിക്കണം, മാതൃകയാക്കേണ്ടത്, പഠിക്കേണ്ടത് ഇതാണ്. എന്തുകൊണ്ടിട്ട് ഇത്രയും വെട്ട് സഹിച്ചിട്ട് പോലും, ഇത്രയും അപദ്രവം സഹിച്ചിട്ട് പോലും, രക്തത്തിൽ കുളിച്ചു നിൽക്കുമ്പോഴും നിസ്കാരം കളാക്കാൻ അവിടത്തേക്ക് ആഗ്രഹിക്കാത്തത് എന്താണ്? നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം, നിസ്കരിച്ചില്ലെങ്കിലുള്ള ശിക്ഷ അവർക്കറിയാമെന്ന കാരണമാണ്. തൊണ്ടക്കുടിയിൽ റൂഹുള്ള സമയത്തും അവന്റെ നിസ്കാരം അവനിലേക്ക് കൽപ്പനക്കപ്പെട്ടിട്ടുണ്ട്, ഒഴിവാകുന്നില്ല. മരണത്തോടെ മല്ലിടിച്ച സമയത്തും ബോധമുണ്ടോ, ജീവനുണ്ടോ, കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കണമെന്നാണ് കർമ്മം പഠിപ്പിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ അസ്ർ നമസ്കാരിക്കാൻ അനുവാദം ചോദിച്ചു. അവരൊന്നും മിണ്ടുന്നില്ല. അവസാനം അവരുടെ അനുവാദം കാത്തു നിൽക്കാതെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിലേക്ക് കടന്നു. അതാ സുജൂദിലേക്ക് എത്തുന്ന സമയത്ത് അവസാനത്തെ അമ്പം ക്രൂരനായ യസീദ് അവിടത്തെ തലയിലേക്ക് തറച്ചുവിടുകയാണ്. അതോടുകൂടി സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്ലി ശബാബ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. എന്നിട്ട് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പോയി അവിടുത്തെ കഴുത്തിനെ അറുത്തെടുക്കുകയാണ്. ആ കഴുത്തിനെ അറുത്തെടുത്തുകൊണ്ട് ഇനി മാർക്കറ്റിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പ്രകടനം നടത്തും. ഒരുപാട് അട്ടഹാസങ്ങൾ നടക്കും. ശേഷം കഴുത്തൊരു സ്ഥലത്താണ്, കയറിലാണ് അവിടുത്തെ കഴുത്ത് മറമാടപ്പെട്ടത്. അവിടുത്തെ ശരീരം മദീനയിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അടുത്ത ആഴ്ച സംസാരിക്കാം. ചെറിയ രീതിയിൽ കൂടി മുന്നോട്ട് പോയി. ഇനിയും അവിടെ അട്ടഹാസങ്ങൾ ഒരുപാടുണ്ട്. ഈ കർബലയുടെ ഭൂമിയിൽ ഈ രക്തം ചീന്തിയതും ഈ മുഹറം മാസമാണ്. പക്ഷേ അതുകൊണ്ട് ആ വിഷമത്തിന്റെ പേരിൽ അത് ആചരിക്കാനോ അത് ഫോളോ ചെയ്യാനോ അതിന്റെ മേലിൽ വിഷം നടിക്കാനോ നമുക്ക് അനുവാദം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിന്റെ പേരിൽ ഷിയായിസം നടക്കുന്നത് നിങ്ങൾക്കറിയാം. ആ ഷിയുടെ പേരിൽ ഈ ദിവസത്തിൽ രണ്ട് കൂട്ടര്, ഒരു കൂട്ടര് സന്തോഷിക്കുകയും ചെയ്യുന്നു, ഒരു കൂട്ടര് വിഷമിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ ഒരു ആഘോഷം മുഹറത്തിന്റെ പേരിൽ, കർബലയുടെ പേരിലുണ്ട്. ഇല്ല. നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷ നൽകുമ്പോൾ അല്ലാഹു നൽകിയതെല്ലാം അവന്റെ മാർഗത്തിൽ തിരിച്ചു നൽകിയാണ് ഹുസൈൻ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അവിടുന്ന് ഷഹാദത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
വിലപിക്കാനുള്ള സന്ദർഭമല്ല. എന്ത് പ്രയാസം വന്നാലും, എന്ത് ഉപദ്രവം വന്നാലും, എന്ത് അക്രമങ്ങൾ വന്നാലും, ഇവിടെ ജീവിക്കാൻ നിലനില്ലാത്ത സാഹചര്യം വന്നുപോയാലും ആ സമയത്തും ഓർക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് വന്നാലും അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു പല വിധത്തിൽ നമ്മളെ പരീക്ഷിക്കുമെന്നല്ലേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലനബ്ലുവന്നകും بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. മുഅ്മിനീങ്ങളെ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷിക്കും, സമ്പത്തിലെ കുറവ് കൊണ്ട് പരീക്ഷിക്കും, ആ ശത്രുക്കളെ കൊണ്ട് പരീക്ഷിക്കും, നേതാക്കന്മാരെ കൊണ്ട് പരീക്ഷിക്കും, രാജ്യത്തിന്റെ ഭരണം കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ എന്ത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു വിജയം നൽകും. ഇദാ അസാബഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളിലേക്ക് മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സുബ്ർ കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വലിയൊരു ദൗത്യം പൂർത്തിയാകുന്ന നിമിഷം കൂടിയായിരുന്നു കർബലയുടെ മണ്ണിൽ സംഭവിച്ചത്. അപ്പൊ ഇത്രയ്ക്കും വലിയ ക്രൂരത ഈ മുഹറം മാസത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, പഠിക്കണം. പഠിക്കുന്ന മുമ്പ് അത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വിഷമത്തിൽ വിഷം നിരപ്പിക്കാനോ അല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാഠമാണ്. നബി കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ക്രൂരത നടക്കുമെങ്കിൽ നമ്മളൊക്കെ എത്രയോ ദുർബലമാണ്. നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലും ഈ രാജ്യത്തിൽ എന്തൊക്കെ വന്നാലും പ്രിയപ്പെട്ടവരെ മറിച്ച് ചാടിയിറങ്ങാനോ അതല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹ് തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനുള്ള സുബ്ർ നിങ്ങൾക്കുണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ തന്നതെന്ന് മനസ്സിലാക്കാനാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ വഹി എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനം എന്തായാലും അത് അള്ളാഹു ഈ ദുനിയാവിൽ നടക്കും. എന്തൊക്കെയായാലും എവിടെയൊക്കെയായാലും നടക്കും. അള്ളാഹ് തീരുമാനത്തിൽ ഉറച്ചു നമ്മൾ ഇരിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിവുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹുസൈൻ തങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചുന്ന വലിയ പോരാട്ടമുണ്ട്. നമുക്കതൊന്നും അനുഭവിക്കാനോ ആസ്വദിക്കാനോ അതിന്റെ ഒരു അണുമണിത്തുക്കത്തിൽ പോലും നമ്മൾ ഉണ്ടാവില്ല. നമ്മൾക്ക് സുഖത്തിലും ആരംഭത്തിലും ജീവിക്കുന്നവരാണ് നമ്മൾ. ആ സമയത്ത് ഒറ്റ കാര്യമല്ലോ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കില്ലേ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുതേ. അവസാനം നാശമാണ്. നമുക്ക് നന്നാവേണ്ടത് അവസാനം. നമ്മൾ പോയി കിടക്കേണ്ടത് ഖബറിന്റെ അകത്താണ്. ഒരൊറ്റ മനുഷ്യനും അവിടെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമായിരിക്കും ഖബറിൽ ഉണ്ടാവുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ളതെല്ലാം എണ്ണി അവിടെ അനുഭവിക്കുമെന്ന് ഉറപ്പും ബോധവും നമുക്കുണ്ടായി നന്നായി ജീവിക്കാൻ, നല്ലവരുടെ കൂട്ടത്തിൽ ചേർന്ന് ജീവിക്കാൻ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ, 5 നേരത്തെ നമസ്കാരം എന്തൊക്കെ വന്നാലും ഒഴിവാക്കൂല എന്ന നിശ്ചയവും തീരുമാനം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോരയിൽ കിടന്നിട്ട് ചോദിച്ചത് എനിക്ക് അസ്ർ നമസ്കരിക്കണമെന്നാണ്. അപ്പോ മനസ്സിലാക്കണം, ഒരു വഖത്ത് നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷയുടെ കാഠിന്യത എത്രയാണ്. 60 വാള് വെട്ടിയാലൊന്നുമല്ല പ്രയാസം, നിസ്കരിച്ചില്ലയുടെ ഗൗരവം വളരെ വലുതാണെന്നും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിസ്കാരമുള്ളവരാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. 5 നേരത്തെ നമസ്കാരം മുടക്കാതെ നിർവഹിക്കുന്ന യഥാർത്ഥ ആബിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും അല്ലാഹു ചേർക്കുമാറാകട്ടെ. ഹുസൈൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് ആഖിബത്ത് അല്ലാഹു നമുക്ക് നന്നാക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.